തലക്കെട്ടുകൾക്ക് വേണ്ടി തൽക്കാലം സംസാരിക്കുന്നില്ല. ഇപ്പോൾ തൊട്ടു മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് പറ്റിയതുപോലെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി പ്രയാസപ്പെടുന്നില്ല. അതുകൊണ്ട് നിലവിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് അവധാനതാപൂർവ്വം പഠിച്ച് നിലവിലെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായ എല്ലാ കാര്യങ്ങളും മാറ്റം വരുത്തി കേരളത്തിന്റെ കളിക്കളങ്ങളിലേക്ക് യുവതയെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലേക്കും അതുപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മികവ് പുലർത്തുന്ന ചെറുപ്പക്കാർക്ക് അവരുടെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കുന്ന രീതിയിൽ അവരെ ഏറ്റവും മികച്ച സ്പോർട്സ് താരങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള എന്ത് ഇടപെടലൊക്കെ നടത്താൻ സാധിക്കുമോ അതിലെല്ലാം തന്നെ യാതൊരു മടിയുമില്ലാതെ മറ്റ് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ തന്നെയുള്ള ഇടപെടലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ വഴിയറിയിക്കാം. ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഓഫീസിലേക്ക് വന്നിട്ടുള്ളത്. കൂടുതലായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ പിന്നീട് മാധ്യമ സമ്മേളനം വിളിച്ചേർത്ത് തന്നെ പിന്നീട് പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് എല്ലാവരും വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം നിലവിലെ കാര്യങ്ങളെ സംബന്ധിച്ചൊന്ന് ബ്രീഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിലവിൽ സ്പോർട്സും യൂത്ത് അഫയേഴ്സും അതുപോലെ തന്നെ എൻ്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട മ്യൂസിയം ആർക്കൈവ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് അതിൽ തുടരാൻ കഴിയുന്ന കാര്യങ്ങളിൽ തുടരുകയും മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തുകയും പോളിസി മാറ്ററിൽ ഈ UDF സർക്കാരിന്റെ പ്രകടന പത്രികയോടും പ്രഖ്യാപനത്തോടും ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു സമീപനം എടുക്കാമെന്നുള്ളതാണ് ആദ്യമായി ആലോചിക്കുന്നത്. കുറേയേറെ കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ഇതിനോടകം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ മുഖാന്തരവും ഫോൺ മുഖാന്തരമൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി അതിനെ പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് സാധ്യമാക്കാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഉദ്യോഗസ്ഥരുമായി കൂടി ഒന്ന് ബന്ധപ്പെട്ട് ആലോചിച്ചതിന് ശേഷം ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം അറിയിക്കാമെന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ 100 ദിവസത്തെ കർമ്മപരിപാടിയിൽ UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ 100 ദിവസത്തെ കർമ്മപരിപാടികളിൽ ഏതൊക്കെയാണ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി ഒരു പ്രപ്പോസൽ കൂടി തയ്യാറാക്കാനാണ് ഉള്ള നിർദ്ദേശമാണുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം കൂടുതൽ മാധ്യമങ്ങളോട് സംസാരിക്കാനാണ് കണക്കാക്കുന്നത്. തലക്കെട്ടുകൾക്ക് വേണ്ടി തൽക്കാലം സംസാരിക്കുന്നില്ല. ഇപ്പോൾ തൊട്ടു മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് പറ്റിയതുപോലെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി പ്രയാസപ്പെടുന്നില്ല. അതുകൊണ്ട് നിലവിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് അവധാനതാപൂർവ്വം പഠിച്ച് നിലവിലെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായ എല്ലാ കാര്യങ്ങളും മാറ്റം വരുത്തി കേരളത്തിന്റെ കളിക്കളങ്ങളിലേക്ക് യുവതയെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലേക്കും അതുപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മികവ് പുലർത്തുന്ന ചെറുപ്പക്കാർക്ക് അവരുടെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കുന്ന രീതിയിൽ അവരെ ഏറ്റവും മികച്ച സ്പോർട്സ് താരങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള എന്ത് ഇടപെടലൊക്കെ നടത്താൻ സാധിക്കുമോ അതിലെല്ലാം തന്നെ യാതൊരു മടിയുമില്ലാതെ മറ്റ് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ തന്നെയുള്ള ഇടപെടലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ വഴിയറിയിക്കാം.